ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു സാറ്റർഡേ ഇൻ മൈ ലൈഫ് എടുത്ത് തുടങ്ങുകയാണ്. ഇന്ന് എന്താ പറയുക, സാറ്റർഡേ ആയിട്ടും ശ്രീഹരിക്ക് വർക്ക് ചെയ്യണം ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഒരു സുഖമില്ല. അതുകൊണ്ട് ഇന്ന് സാറ്റർഡേ ആയ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. ഇന്ന് വർക്ക് ചെയ്യണമെന്നതിന് മീറ്റിംഗ് എന്തൊക്കെയുണ്ട്, അത് എന്താ പറയുക, അതുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം വല്ലതൊക്കെ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് സാറ്റർഡേ ആയൊരു ഫീലില്ല. പക്ഷെ ഇന്നൊരു സാറ്റർഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എണീറ്റപ്പോൾ തന്നെ ഞാൻ 8 മണി കഴിഞ്ഞു. അപ്പം ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഇപ്പം കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല, ശ്രീഹരി ചായ ഇട്ടു രാവിലെ. അപ്പം അത് എടുത്തു വെച്ചിട്ടുണ്ട്, അത് കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേറെയൊക്കെ പുട്ടും കടലയും പ്ലാൻ ചെയ്ത, കടലയൊക്കെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എണീറ്റപ്പോൾ ലേറ്റ് ആയപ്പോഴത്തേനും ഞാൻ ആ പ്ലാനിങ് അങ്ങ് മാറ്റി. കാരണം ഉച്ചയ്ക്ക് മട്ടൻ മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടും കടലയും വേണ്ട. കടല ഒരു മസാലയല്ലേ, ഉച്ചയ്ക്കും മട്ടൻ വരുമ്പോൾ മസാലയാവത്തില്ലേ. അപ്പം രാവിലെ പുട്ടും കടലയും എന്നെ സംബന്ധിച്ച് അതൊരു ഹെവിയാണ് എൻ്റെ വയറിന്. രാവിലെ പുട്ടും കടലയും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഈ മട്ടൻ കറി, മട്ടനും ചിക്കനും ഒക്കെ കഴിക്കുമ്പോഴത്തേനും എന്താണെന്നറിയത്തില്ല, എനിക്കൊരു എനിക്ക് ആ ഒരു ഓവർ മസാല എൻ്റെ പറ്റത്തില്ല. അപ്പം ഞാൻ രാവിലെ അങ്ങ് ഉപ്പുമാവാക്കി. ഇവിടെ പിന്നെ ഉപ്പുമാവ് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. ഉപ്പുമാവ് എടുക്കാം, മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു. പഴം ഇരിപ്പുണ്ട് അങ്ങനെ. പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് കോക്കനട്ട് റൈസും മട്ടൻ റോസ്റ്റോ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ആക്കാം. കോക്കനട്ട് റൈസ് ഞാൻ ഇപ്പം വിചാരിക്കുകയാണ് കോക്കനട്ട് റൈസ് വെക്കണമെന്ന്. തേങ്ങാപ്പാൽ പിഴിയണം കോക്കനട്ട് റൈസ് വെക്കണമെന്നുണ്ടെങ്കിൽ. തേങ്ങാച്ചോറ് അത് വെക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ തേങ്ങാപ്പാൽ പിഴിയണം. അത് പിഴിയാൻ മടിയായ ഞാനത് ഗീ റൈസ് ആക്കി മാറ്റി. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരാഗ്രഹം കോക്കനട്ട് റൈസ് വെക്കണമെന്ന്. അപ്പം അതും മട്ടൻ റോസ്റ്റോ മട്ടൻ ഫ്രൈയോ അത് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു രീതിയിലാക്കാം. അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ശ്രീഹരിക്ക് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് എങ്ങോട്ട് ഇറങ്ങുന്ന പരിപാടി ഇനി വൈകുന്നേരം എങ്ങാനും ആയിരിക്കും. അതിന് പുറത്തിറങ്ങും. കാരണം പിന്നെ ഗോവയിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. കാരണം ശ്രീഹരി ഭയങ്കര ബിസിയായിരുന്നു. പിന്നെ ഞാൻ എന്താണെന്നറിയത്തില്ല, സാധാരണ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്കും തോന്നിയില്ല ഒന്നും. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമായിരുന്നു. എനിക്കും പുറത്തു പോയി ഒന്നും വാങ്ങാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ വൈകുന്നേരം എന്തായാലും ഞാൻ തന്നെയാണെങ്കിലും പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കണം. ഉപ്പുമാവ് ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇതായിട്ട്. മട്ടൻ ഫ്രൈ ഞാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് മട്ടൻ റോസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എനിക്ക് ചായ കുടിക്കണം. പക്ഷെ ഇന്ന് മൊത്തത്തിൽ എനിക്ക് മടി പിടിച്ച, ഞാൻ എണീറ്റത് ലേറ്റ് ആകുമ്പോഴേ എനിക്കറിയാം ഇന്നത്തെ ഫുൾ ഒരു മടി പിടിച്ച ദിവസമാണെന്ന് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഇപ്പം ഞാനിത് പറയുന്നതായിരിക്കത്തില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ വരുമ്പം. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാനിപ്പം വീഡിയോ എടുക്കുമ്പോൾ മെയിനായിട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പം മട്ടൻ തന്നെ ഉണ്ടാക്കാൻ മടിയാണ് ചില സമയത്ത്. എന്നിട്ട് ഞാനത് ഫ്രീസറിൽ കയറ്റിയിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ചില സമയത്ത്. ഇന്ന് എന്തോ എണീറ്റപ്പോഴേ ഒരു ലേസി മൂഡിലാണ് എണീറ്റത്. ഞങ്ങൾ രണ്ടുപേരും അതെ. ആ ഒരു ലേസിനെസ് ഇനി മാറ്റിയെടുക്കണമെങ്കിൽ നടപ്പൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ രാവിലെ എണീറ്റ് നടക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുൾ ജിൽജില്ലായിരുന്നു. അത് ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്ന് ഒത്തിരി വൈകിപ്പോയി. ഇന്നലെ രാത്രി ശ്രീഹരിക്ക് രാത്രി വരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിടന്നപ്പോഴത്തേനും ലേറ്റായിപ്പോയി. അപ്പം ഞങ്ങൾ എണീറ്റപ്പോഴും ലേറ്റായിപ്പോയി. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞാൻ ഈ വെള്ളം കുടിച്ചിട്ട് ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് ഉപ്പുമാവ് നമുക്ക് പെട്ടെന്ന് ആക്കാം. ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മതി. എണീറ്റപ്പോൾ ലേറ്റായി, ജസ്റ്റ് ചായ കുടിച്ച് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, ശ്രീഹരി ഇപ്പം മുട്ട തിന്നും. ശ്രീഹരിക്ക് മുട്ട കറിക്കകത്ത് മുട്ട ഇടുന്നതിലും ഇഷ്ടം മുട്ട ഇങ്ങനെ പുഴുങ്ങി തിന്നാനാണ്. പൊരിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം മുട്ട പുഴുങ്ങി തിന്നാനാണ്. എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് മുട്ട പൊരിച്ച് തിന്നാനും
എനിക്ക് ചുമ്മാ മുട്ട തിന്നുന്നതിനോട് മീൻസ് മുട്ട ഇങ്ങനെ പുഴുങ്ങി ചുമ്മാ തിന്നുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ശ്രീഹരിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചുമ്മാ മുട്ട പുഴുങ്ങി. എനിക്ക് കറിക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കറിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയാക്കി കൂട്ടുന്നതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ശ്രീഹരി ഇപ്പം കുറച്ച് കഴിയുമ്പോൾ മുട്ട പുഴുങ്ങി തിന്നും. അപ്പം പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാൽ മതി ബ്രേക്ക്ഫാസ്റ്റ്. ഉടനെ വേണ്ട. അങ്ങനെ ഇനി എന്തിൻ്റെയെങ്കിലും കൂട്ടത്തിൽ, എനിക്കറിയത്തില്ല, എന്തിൻ്റെയെങ്കിലും കൂട്ടത്തിൽ കഴിക്കുന്ന ഇഷ്ടമില്ല മുട്ട ഓംലെറ്റ് നമ്മൾ ചോറിൻ്റെ കൂടെ കൊടുത്താലും നമ്മൾ കഴിക്കുന്നത് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയല്ലേ കഴിക്കുന്നത്. ശ്രീഹരി അങ്ങനെയല്ല. ശ്രീഹരി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ആദ്യം അത് മാത്രമായിട്ടാണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കത്തില്ല. മീനൊന്നും കഴിക്കുന്നതുകൊണ്ട് മുട്ട ഓംലെറ്റ് മാത്രമായിട്ട് കഴിക്കും. മുട്ട പുഴുങ്ങിയത് മാത്രമായിട്ട് കഴിക്കും. അങ്ങനെയാണ്. അപ്പം ശ്രീഹരി മുട്ട പുഴുങ്ങി കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ മതി. ഞാനൊരു മുട്ട അതിൻ്റെ കൂടെ പൊരിച്ച് കഴിക്കും. അപ്പം എല്ലാം റെഡിയാവും. പിന്നെ എനിക്കിനി ഞാൻ വന്ന് പച്ചക്കറി ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഒരു കുക്കുംബർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും കുക്കുംബറും ക്യാരറ്റും ഇരിപ്പുണ്ട്. അതരിഞ്ഞ് നമ്മൾക്ക് സാലഡ് ആക്കാം ഇതിൻ്റെ കൂടെ. പിന്നെ എനിക്കിന്ന് തൈരിട്ട സാലഡ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റേ ഞാൻ ശ്രീഹരിക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുക്കത്തില്ല. പക്ഷെ ഇന്നത് എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കിന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ഇത് ഞാൻ വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിച്ച് പകുതിക്ക് വെച്ചാൽ അന്നേരം ചായ കുടിച്ചിട്ട് ഞാൻ കുറച്ച് സബോളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. ഇവിടെ സമയം 11:30ആയി. ഞാൻ വേഗം മട്ടൻ എല്ലാം കൂടുതൽ വഴറ്റിലും കാര്യങ്ങളും ഒന്നുമില്ല. പൊടി ഞാൻ ഇത്തവണ ചൂടാക്കുന്നുമില്ല. ഞാൻ എല്ലാം കൂടെ പെരട്ടി അങ്ങ് വേവിക്കാൻ വെക്കുകയാണ്. സബോളയും കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കണം. അത് ഞാൻ എടുത്തില്ല. അത് ഞാൻ ഇതെല്ലാം വെട്ടി വേവിക്കാൻ വെച്ചിട്ട് ഇടയ്ക്കേ ഞാൻ ഇടുന്നുള്ളൂ. ഞാൻ ഇത്തവണ ബോൺലെസ് മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇത് 300 ഗ്രാം ബോൺലെസ് മട്ടൺ വാങ്ങിച്ചിരിക്കുന്നത്. അത്ര ഞാൻ ഒരു നേരത്തേക്ക് എന്നുള്ള കണക്കിനൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഒത്തിരി ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ കുറേ നാളായി ബോൺലെസ് മട്ടൺ വാങ്ങിച്ചത്. സാധാരണ ബോൺലെസ് ശ്രീഹരിക്കൊക്കെ കറിയൊക്കെ ആക്കുമ്പോൾ നമുക്ക് ബോണുള്ള പീസസ് ആണ് വാങ്ങുന്നത്. അത് ചിലപ്പോൾ 1/4 കിലോ ബോൺ പീസസ് ആകുമ്പം അതിനാണ് ടേസ്റ്റ്. അതിൻ്റെ നമ്മുടെ ഗ്രേവിക്കാണ് ടേസ്റ്റ്. പക്ഷെ ഇപ്പം ഇന്ന് എനിക്ക് തോന്നി കുറേ നാളായി ബോൺലെസ് പീസസ് മാത്രം വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് ബോൺലെസ് ആയിട്ടുള്ള മട്ടൺ പീസസ് ആണ്. അതിൽ എന്താ പറയുന്നത്, ഞാൻ ഏകദേശം ഒരു 300 ഗ്രാമൊക്കെ ഉള്ളൂ. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. ബോൺലെസ് അല്ല. അപ്പം നമ്മൾ അങ്ങനെ ഒത്തിരി കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് തന്നെയാണ്. ഒരു ലിമിറ്റിന് കഴിച്ചാൽ മതി എന്നുള്ള ധാരണയിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിനി മട്ടൺ നമുക്കെല്ലാം പെരട്ടി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് കോക്കനട്ട് റൈസ് ഉണ്ടാക്കാം. എളുപ്പം വേകുന്ന മട്ടനാണെന്ന് എനിക്ക് കട്ട് ചെയ്തപ്പോൾ തോന്നുന്നു. ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, കുഞ്ഞുള്ളി ഞാൻ കട്ട് ചെയ്തൊന്നുമില്ല. കാരണം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ വെന്തങ്ങ് പൊയ്ക്കോളൂ. ഇതൊരു പെട്ടെന്ന് എനിക്കിതാക്കണം. കുറേ നേരം വേണ്ട എന്നുള്ള ഒരു
പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ സമയം കിടക്കും. എനിക്കിന്ന് വഴറ്റാനൊന്നും തോന്നുന്നില്ല. വഴറ്റാനൊന്നും ഒരു ക്ഷമയില്ല. ഇതെല്ലാം ഇതിൻ്റെ കൂടെ അങ്ങ് വെന്ത് വെക്കുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, 2 പച്ചമുളക്, മുളക് പൊടി. ഇനി ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ലാസ്റ്റ്. പിന്നെ അതുകൊണ്ട് ഇപ്പം ഞാൻ പച്ചമുളക് 2 എണ്ണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്കിനി തക്കാളി ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിനകത്ത് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. ഞാൻ ഇപ്പം എടുത്ത് ചേർക്കും. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. സബോളയെക്കാട്ടിലും കൂടുതൽ കുഞ്ഞുള്ളി തന്നെ ചേർക്കണം. അപ്പോഴും കുഞ്ഞുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഈ പൊടികളൊന്ന് ചൂടാക്കി തേച്ച് കഴിഞ്ഞാൽ പൊടികളൊന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്തിട്ട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിക്കനും മട്ടനും ഒക്കെ വെക്കുമ്പം ഇങ്ങനെ പൊടികൾ ചൂടാക്കി പുരട്ടി കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വേഗം ചെയ്യുകയാണ്. കാരണം ഇപ്പം തന്നെ 11:30 കഴിഞ്ഞു. അപ്പം എന്നാലും ഇതൊരു 12:30 ആകുമ്പോഴത്തേന് എനിക്ക് ഈ രീതി വേവിച്ച് വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കുക്കറി വെക്കണം. ഈ കുക്കറി വേവിക്കുന്നത് എന്തുകൊണ്ടോ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിക്കുന്നത്. ഇവിടെ കിട്ടുന്ന മട്ടൻ, ഞാൻ വാങ്ങിക്കുന്ന മട്ടൻ ഇങ്ങനെ വേവിച്ചാലും കുറച്ചു നേരം വേവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേകുകയും ചെയ്യും. ഇത് വേകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത്ര നാളും വേകാത്തതായിട്ട് എനിക്ക് അങ്ങനെ പണ്ട് ആദ്യം തുടങ്ങിയ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പോയി മേടിച്ചുകൊണ്ടിരുന്ന മട്ടൻ, അതായത് കോവിഡിനൊക്കെ മുമ്പ് പോയി മേടിച്ചുകൊണ്ടിരുന്ന മട്ടൻ മാത്രമേ അങ്ങനെ ആദ്യ തവണ ഞാൻ വാങ്ങിച്ച മട്ടൻ ഞങ്ങൾ പുറത്തു പോയി മേടിച്ചത്. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഇതായിട്ട് കിട്ടിയുള്ളൂ. എന്താ, വേകാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ കുക്കറിൽ ഒത്തിരി വിസിലൊക്കെ അടിച്ച് അന്ന് ഞാൻ ആദ്യമായിട്ട് കുക്കറിലുമാണ് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമതും പോയി മേടിച്ച മട്ടൻ അത് നല്ലതായിരുന്നു. അത് നല്ലതായിട്ട് വെന്ത് കിട്ടി എനിക്ക്. അത് നല്ല സോഫ്റ്റ് മട്ടനായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കോവിഡ് സമയത്താണ് ഈ ഫ്രഷ് ടു ഹോം എന്നുള്ള സംഭവം എനിക്ക് വന്നത്. ഫ്രഷ് ടു ഹോം എന്നുള്ള ഒരു ആപ്പിൻ്റെ കാര്യം ആദ്യം. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി മേടിക്കൽ നോൺ വെജ് വളരെ കുറവാണ്. വല്ലപ്പോഴും പോയി ചിക്കൻ മേടിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി വേകട്ടെ. വെന്തിട്ട് ഇനി ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇതിനകത്ത് വെള്ളം ഇപ്പം ഞാൻ പച്ചവെള്ളം ഒഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനി തിളച്ച് കഴിഞ്ഞ് ഇത് വേകുന്ന സമയത്ത് വെള്ളം വറ്റുവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടു. നമ്മുടെ മട്ടൻ ഇപ്പോഴും വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തേങ്ങാപ്പാൽ എടുത്തു വെച്ചു നമ്മുടെ കോക്കനട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സബോളയായിരുന്നു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച്, പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ. സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ വെളിച്ചെണ്ണയാണ് ഗീ റൈസിനും എന്താ പറയുന്നത് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലാണ് ബിരിയാണി ഗീ റൈസ് ഒക്കെ വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അറിയത്തില്ല, ഞാൻ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണ് ഇഷ്ടം. വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും, വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പം നമ്മളിപ്പം കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു. ഇനി പട്ട ഗ്രാമ്പു ഏലക്ക സംഗതികളൊക്കെ ഇടുക. ഞാനിപ്പോൾ അരി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കോക്കനട്ട് റൈസും പിന്നെ കോക്കനട്ട് മിൽക്കിൽ വരട്ടിയെടുത്ത ചിക്കൻ്റെ എന്നുവെച്ചാൽ തലേദിവസത്തെ ചിക്കൻ കറി കോക്കനട്ട് മിൽക്കിനകത്ത്
പിറ്റേ ദിവസം കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് ഒരു റെസിപ്പിയും കൂടെ, അങ്ങനെ ഞാൻ കോക്കനട്ട് റൈസും ആ ഒരു കോംബോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പി തന്നെയാണ് ഇത്. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ വരട്ടി ഈ ഫ്രൈ മോഡലിലാക്കോ വരട്ടോ എന്ന് എനിക്കറിയത്തില്ല. വരട്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു ഇത്തിരി തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, 1-ാം പാൽ. അതിൽ നമുക്കൊന്ന് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇത് ചെയ്തെടുക്കാം, ഒന്ന് വരട്ടിയെടുക്കാം. അപ്പം നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും, ഞാൻ സാധാരണ ഗീ റൈസ് ആയിട്ട് വെക്കുമ്പം ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം പച്ചമുളക് ഇത്രയും കൂടെ ചതച്ച് ചേർക്കും. പക്ഷെ ഞാൻ ഈ റൈസിന് ഇപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല, കാരണം നമ്മൾ മട്ടൻ കറിക്കകത്ത് ആവശ്യത്തിലധികം എരിവുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുരുമുളകൊക്കെ ചേർക്കാന്ന് വരട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് എരിവ് കുറച്ചങ്ങ് കട്ട് ചെയ്ത് പച്ചമുളക് ചേർക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇങ്ങോട്ട് മൂപ്പിക്കുമ്പോൾ സൂക്ഷിക്കണേ. കാരണം ഓവറായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ആ റൈസിന് ആ ചുവ നല്ലപോലെ കാണും. അങ്ങനെ പേടിയുള്ളൊരു സബോള ചേർത്ത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് സബോള ചേർക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ട് ഒരു മൂപ്പൊന്നായിട്ട് സബോള ചേർക്കുന്നതാണ് എനിക്ക് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പം ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചവയൊക്കെ മാറും. ഇത് കൂടുതലും മൂത്താലും ഈ വെളുത്തുള്ളി ആ ഒരു കൂടുതലും മൂത്താലും ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. ഒരു പാകത്തിന് മൂക്കണം. അരി ഞാനിവിടെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്, പറഞ്ഞായിരുന്നല്ലോ. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ ചേർക്കുന്നത്. ഇതിപ്പം പ്രഷർ കുക്കറിൽ വെക്കുമ്പോൾ അങ്ങനെയാണ്. നേരത്തെ ഞാൻ ഇത് സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്കകത്ത് ഞാൻ റൈസ് കുക്ക് ചെയ്യുന്നത് ഓപ്പൺ പോട്ട് കുക്കിംഗ് ആണ്. അപ്പം അതിന് ഞാൻ 1 കപ്പ് റൈസിന് ഈ സെയിം ബ്രാൻഡിൻ്റെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് 1 കപ്പ് റൈസിന് ഞാൻ 5 ഗ്ലാസ് വെള്ളത്തിലാണ്, 6 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനത്, എന്നുവെച്ചാൽ 1 ഗ്ലാസ് റൈസിന് 6 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനത് കുക്ക് ചെയ്ത്. അതിങ്ങനെ വറ്റിക്കല്ല, നമ്മളിങ്ങനെ വാർത്തെടുക്കുന്ന പോലെ എടുക്കുന്നത്. അല്ലെങ്കിൽ വറ്റിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1 കപ്പ് ഇപ്പം ക്ലോസ്ഡ് ഇങ്ങനെ കുക്കർ അല്ലാതെ സാധാരണ ഇതിൽ വറ്റിക്കുകയാണെങ്കിൽ 1 കപ്പ് റൈസിന് 2-2.5 കപ്പ് വെള്ളം ഒഴിക്കണമെന്ന് തോന്നുന്നു. അടച്ചു വെച്ച് കുക്ക് ചെയ്ത് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ. പ്രഷർ കുക്കറിലാണെങ്കിൽ കറക്റ്റ് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം മാത്രം മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ നെകക്കെ വെള്ളം ഒഴിക്കുക, അങ്ങനെ ഓർത്താലും മതി. പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ നെകക്കെ അങ്ങ് വെള്ളം ഒഴിക്കുക. ഇപ്പം നമുക്ക് ഇതൊന്ന് റൈസ് ഇതിനകത്ത് കിടന്നൊന്ന് വഴലട്ടെ. ഇതിപ്പം കോക്കനട്ട് റൈസ് ആകുമ്പം ഞാൻ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിക്കും, അത്രേ ഉള്ളൂ. ഏകദേശം ഒരു 1.5 കപ്പ്, 1 കപ്പ് തേങ്ങാപ്പാൽ മതി. ഇതിപ്പോ 2-ാം പാലും 1-ാം പാലും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇതിപ്പോ 2-ാം പാലും 1-ാം പാലും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. എന്താ പറയുന്നത്, അപ്പം 1 കപ്പ് തേങ്ങാപ്പാൽ മതി, ബാക്കി 1/2 കപ്പ് വെള്ളം ഒഴിച്ചാലും മതി. അത് അവരവരുടെ സൗകര്യം പോലെ. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ കൂടുതലുണ്ടെങ്കില്ല, 1 കപ്പ് തേങ്ങാപ്പാൽ. ഇതിപ്പം ഒരു 1.25 കപ്പാണ്. ഇതിനകത്തേക്ക് നമുക്കൊരു ശകലം വെള്ളവും കൂടെ ഒഴിക്കാം. കണ്ടോ, ഇങ്ങനെ നെകക്കെ
വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കുതിർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അരി. കുതിർക്കാതെ വെക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുന്നത്, ഒരു മുരുമുരാന്നൊരു ഫീല് വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുതിർത്ത് വെക്കുന്ന ടേസ്റ്റ് അല്ലാതെയൊക്കെ ഞാൻ പെട്ടെന്നൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ മട്ടൻ്റെ അവസ്ഥ. ഇതിനി നമുക്കൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം മട്ടൻ ഒന്ന് വരട്ടിയെടുക്കാവേ. അപ്പം ഞാൻ കുറച്ച് പെരുംജീരകം അത്യാവശ്യമായും ചേർക്കണം. ഹോൾ സ്പൈസസ് ഒത്തിരി മതി. ഒരു പട്ട, ഞാനിവിടെ ഏലക്ക നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏലക്ക, ഗ്രാമ്പൂ. നമ്മൾ ഇത് ഒരു വിസിലടിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ഒന്നുമില്ല, ഇതിങ്ങോട്ടങ്ങ് തട്ടുക, അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഇനി ഇത് കട്ടിപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതങ്ങ് വറ്റിച്ചെടുക്കാം. ഇനി ഇതിൽ നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യം ചേർക്കേണ്ടത് കുരുമുളകാണ്. കുരുമുളക് നമ്മൾ ചേർത്തിട്ടേയില്ല, കാരണം കുരുമുളക് ഇപ്പം ഇങ്ങനെ പൊടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം ഇങ്ങനെ നിൽക്കും. ഹായ്, ഇന്ന് ഇവിടെ ഇപ്പം 5:30 കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മുഖമൊക്കെ വീങ്ങിയിരിപ്പുണ്ടായിരിക്കും. കാരണം എനിക്കറിയത്തില്ല, ഇന്ന് എനിക്ക് മടിയാണോ ക്ഷീണമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മടിയുണ്ട്, ഒരു ക്ഷീണവും ഉണ്ട്. എന്താണെന്നറിയത്തില്ല, ഒരു ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മേലുവേദനയൊക്കെ. അപ്പം മടിയാണോ അതോ മടി ഈ ഗോവയിൽ നിന്ന് ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ചെറിയ മടികളൊക്കെ ഉണ്ട്. എന്നാലും ഇന്ന് ഞാൻ കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാത്ത ഞാൻ ഇന്ന്, അല്ലെങ്കിലും നമ്മൾ ഈ ഗീ റൈസ്, ഇങ്ങനെ ബിരിയാണി പോലുള്ള ഇങ്ങനെയുള്ള കാര്യം കഴിക്കുമ്പോൾ, ചിക്കനോ മട്ടനോ ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഉച്ചയ്ക്കൊരു ഉറക്കം, ഒരു ക്ഷീണം വരും. അങ്ങനെ കിടന്നുറങ്ങി. ശ്രീഹരിക്ക് ഇതുവരെ ഫ്രീ ആകാൻ പറ്റിയിട്ടില്ല. ശ്രീഹരിക്ക് ഫ്രീ ആകാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് മടിയായി. ഇന്ന് ആ ഒരു സാറ്റർഡേ ആണെന്നുള്ള ഒരു ഫീലിങ്ങും ഇല്ല. മറ്റൊരു സാറ്റർഡേ ആകുമ്പം എപ്പോഴും ഭയങ്കര ലൈവായിട്ടിരിക്കും. മീൻസ് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാനിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം സാറ്റർഡേ ആയിട്ട് ശ്രീഹരിക്ക് വർക്കിംഗ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ പുറത്തിറങ്ങുന്നൊക്കെ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് മടിയായി കയറി. ഇപ്പം കുറച്ച് കഴിയുമ്പം തീരും എന്നൊക്കെ പറയുന്നു. ഫുൾ ടൈം കോളിൽ മീറ്റിംഗ് ആണ്. അപ്പം നിർത്തുമെന്ന് പറയും, തീരുമെന്ന് പറയുന്നു. തീർന്നാൽ ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ നടക്കാനെങ്കിലും പോകണമെന്നുണ്ട്. ഇന്ന് ആക്ച്വലി നടപ്പൊന്നുമില്ല. കുറച്ചൊരു ആ ഒരു നല്ല റുട്ടീനിൽ വന്നുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ കുറച്ചൊന്ന് ഇപ്പം ആ ഒരു ഇതിനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം, ട്രിപ്പിനൊക്കെ പോയതിന് ശേഷം വീണ്ടും ഒന്ന് താളം തെറ്റി സമയം. എനിക്ക് രാവിലെ എണീക്കുന്ന ഇഷ്ടം. എനിക്ക് രാവിലെ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റ് മീൻസ് എനിക്ക് രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും എണീക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. കാരണം പിന്നെ ഞാൻ ആ ഒരു എന്താണെന്നറിയത്തില്ല, എനിക്ക് ആ ലേസിനെസ് ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് പറ്റുന്നില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കം വരാൻ എന്ത് പാടുകൂടെന്ന് അറിയാം. അപ്പം ഞാൻ തുണി മടക്കി വെക്കട്ടെ. തുണിയൊക്കെ മടക്കി എനിക്ക് വിരിച്ച് എടുക്കാനുണ്ട്. മീൻസ് വിരിക്കാനും ഉണ്ട്, മടക്കി വെക്കാനും ഉണ്ട്. ഒരു മടി പിടിച്ച ശനിയാഴ്ചയായിരുന്നു. ഇനി പുറത്ത് പോവുകയാണെങ്കിലും ഞങ്ങൾ ഒന്നും തീരുമാനിച്ചില്ല. പുറത്ത് പോകുന്നതിലും ഇവിടെയൊക്കെ ചുമ്മാ കറങ്ങാൻ പോകത്തേ ഉള്ളൂ. ഇപ്പം തന്നെ സന്ധ്യ ആയില്ലേ. പിന്നെന്താ,
എനിക്ക് രാത്രി ഡിന്നർ എന്താന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. കുറച്ച് മട്ടൻ ഇരിപ്പുണ്ട്. എനിക്ക് പൊറോട്ടയും മട്ടനും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ മട്ടൻ കുറച്ചൊന്ന് ഇതാക്കിയിട്ട് പൊറോട്ടയും മട്ടൻ കറിയായിട്ടോ അതല്ലെങ്കിൽ അത് ഫ്രൈ ആക്കിയോ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഫ്രോസൺ പൊറോട്ട ഞങ്ങളിപ്പോൾ ഇവിടുന്ന് മറ്റേ സാധാരണ പൊറോട്ട മേടിക്കാറില്ല. കാരണം അതിൽ നല്ലൊരു ഫ്രോസൺ പൊറോട്ട ആയിട്ട് എനിക്ക് തോന്നി. ബാംഗ്ലൂർ നല്ല പൊറോട്ട കിട്ടുന്നിടം ഉണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വാങ്ങിച്ച് ഇവിടെ അടുത്തുള്ള കേരള റെസ്റ്റോറൻറ്റിലേ ഉള്ളൂ ഇങ്ങനെ. ഞാൻ മിക്കവാറും മലബാർ കേരള പൊറോട്ട എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ എനിക്ക് ഷെഫ് പിള്ളയുടെ അവിടെ നിന്ന് വാങ്ങിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് രണ്ടും ഉണ്ട്. രണ്ടും നമ്മൾ വാങ്ങിക്കുന്നോണ്ടാണോ എന്നറിയത്തില്ല, ഒരു സുഖം തോന്നാറില്ല. ഇനി ആരെങ്കിലും കമൻറ്റ് ചെയ്യണം നല്ല പൊറോട്ട വല്ലയിടത്തും കിട്ടുമെന്ന്. ഇത് ഫ്രോസൺ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളിപ്പം ആഗ്രഹം തോന്നുമ്പം ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിക്കും. 5 എണ്ണേ കാണത്തുള്ളൂ. എല്ലാവരും പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്ന താഴെ 5 എണ്ണേ കാണത്തുള്ളൂ. അതും മട്ടനും കൂടെ കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നു. അതൊക്കെ അപ്പം നമുക്ക് പുറത്ത് പോവുകയാണെങ്കിൽ കാണാവേ. ഇനി കൂടുതൽ ഞാനിങ്ങനെ നിന്ന് ഈ മടങ്ങുന്നിടം വരെ എൻ്റെ സ്വഭാവത്തിന് ഞാനിങ്ങനെ വാചകം അടിച്ചുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം ഞാൻ തുണിയൊക്കെ മടക്കിയിട്ട് തുണിയൊക്കെ വിരിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇങ്ങനെ ശ്രീഹരി ഫ്രീ ആണെങ്കിൽ ചുമ്മാ പോയി രാത്രിയിൽ അവിടെയൊക്കെ പോയി നടന്ന് ചീരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്നുണ്ട്. അപ്പം ഞാൻ നിർത്തട്ടെ. അത് കഴിഞ്ഞിട്ട് അതൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് വരും. അപ്പം ശരി. അപ്പോൾ ഞങ്ങൾ ഫ്രോസൺ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇറങ്ങാൻ കാരണം ശ്രീഹരിയുടെ കണ്ണട റെഡി ആയിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. പുതിയ കണ്ണട കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്ന ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ശ്രീഹരിയുടെ ഐ ഹോസ്പിറ്റൽ, കണ്ണ് കാണിക്കുന്ന ഡോക്ടറും ഒക്കെ ഉള്ളത്. അപ്പം അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങിക്കാം. കുറച്ച് ഒത്തിരി ഒന്നുമില്ല. ഫ്രോസൺ പൊറോട്ടയും 2 തേങ്ങയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഇപ്പം ഭയങ്കര തിരക്കാണ്. നമ്മൾ കൂടുതൽ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ലേറ്റാവും. അതുകൊണ്ട് ഞങ്ങൾ പുതിയ കണ്ണടയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഇവിടെ കയറി പെട്ടെന്ന് 2 തേങ്ങയും ഒരു പാക്കറ്റ് പൊറോട്ടയും ഒരു പാക്കറ്റ് ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചുള്ളൂ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ആക്ച്വലി ഫ്രോസൺ പൊറോട്ട ആപ്പിളും ഒക്കെ വാങ്ങിക്കാൻ പോയതല്ല. അത് വലിയൊരു ഇതിന് വേണ്ടിയിട്ട് പോയതല്ല. അത് ഞങ്ങൾ വീക്ക് ഡേയ്സിൽ ഏതെങ്കിലും ഇടയ്ക്ക് ഒരു ദിവസം ഇപ്പോൾ പോകത്തുള്ളൂ. കാരണം ഭയങ്കര തിരക്കാണ് അവിടെ. എന്നിട്ട് ആപ്പിളൊട്ട് കിട്ടിയില്ല. അതിന് പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കടയിൽ കയറി ആപ്പിളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ എനിക്ക് മടി ആയ കാരണം ഞാൻ ഫ്രോസൺ പൊറോട്ടയും വാങ്ങിച്ചു, ചപ്പാത്തിയും വാങ്ങിച്ചു ഫ്രോസൺ. അതുകൊണ്ട് ഇന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാതെ ഞാൻ പിന്നെ കുറച്ച് റൈസ് ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ കോക്കനട്ട് റൈസിൻ്റെ ഒന്നും എന്താ പറയുന്നത് ഇതെടുത്തില്ലല്ലോ. ഞാൻ കോക്കനട്ട് റൈസ് ആക്കി അതിൻ്റെ മുഴുവനും അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആക്കി ഒരു ഫൈനൽ ഇത് എടുത്തില്ലല്ലോ. കാരണം അപ്പോഴത്തേനും എനിക്ക് അതിനൊന്നും തോന്നിയില്ല, മടി പിടിച്ചു. അതുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം അങ്ങ് പോയി. നാളെ ശ്രീഹരി ഫ്രീ ആന്ന് പറയുന്ന സൺഡേ ഒന്നും ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാളെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഇരിക്കും. അത് ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പം അങ്ങനെയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഞങ്ങൾ പുറത്താക്കാൻ ശ്രമിക്കുന്ന കാരണം നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കും. അത് ശരിയാവത്തില്ല. അത് നമ്മുടെ ബോഡിക്കും കേടാണ്. നമ്മളൊട്ടും ഇങ്ങനെ ഈ വീഡിയോ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് മടി, ഒരുമാതിരി പുറത്തൊന്നും ഇറങ്ങിയില്ലെങ്കിൽ ഒരുമാതിരി മടിയാവും. ഈ കഴിഞ്ഞ 2-3 ദിവസത്തേന് അപ്പോൾ ആ ട്രിപ്പ് പോയിട്ട് വന്നപ്പോഴത്തേനും ആ ഒരു ക്ഷീണം കാരണം
ഒരു 2 ദിവസം വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. യാത്രയൊക്കെ ഒന്ന് ട്രെയിനിലൊന്നും അല്ലാതെ ഫ്ലൈറ്റിലായതുകൊണ്ട്. എന്നാലും ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് എവിടെയെങ്കിലും പോയി, നാട്ടിൽ പോയിട്ടാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വീടൊക്കെ അടച്ചിട്ട് ഒരു ദിവസത്തിനാണെങ്കിലും പോയിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാം ഒരു ഓർഡറിലാകാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇന്ന് എന്താ പറയുന്നത്, ഇന്ന് മൊത്തത്തിലൊരു ലേസിനെസ് ഉള്ള ഒരു വീഡിയോ ആയിപ്പോയി. എനിക്കൊന്നും ഇന്നലെ ഞാൻ രാത്രി കിടക്കുമ്പം ഇന്ന് വീഡിയോ എടുക്കേണ്ട പ്ലാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെന്താണ്, എനിക്കിനി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നു. അതിന് ഞാനങ്ങ് നേരത്തെ വൈൻഡപ്പ് ചെയ്യണം. ഒന്നും ഇല്ല ഇനി പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുക, ഇച്ചിരി പാത്രം കഴുകാനുള്ളൂ. അത് ഈ മട്ടൻ ചൂടാക്കിയ പാത്രവും 2-3 പ്ലേറ്റ് മാത്രം കഴുകാനുള്ളൂ. അപ്പം അതും കഴുകുക, അടുക്കള വൃത്തിയാക്കി കിടക്കുക. നാളെ രാവിലെ നേരത്തെ എണീറ്റ് എൻ്റെ റുട്ടീനൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പോയി വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടിയാവുന്നു. മൊത്തത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. നാളെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ വാതിൽ അടച്ചിട്ടില്ല, അതിൻ്റെ ശബ്ദം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.